ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മെ ഇന്ന് അലട്ടിയ ചില ദുഃഖവും വേദനയും നിസ്സഹായ അവസ്ഥയും തകർന്നുപോയ പ്രതീക്ഷകളെ, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ, സങ്കടങ്ങളും ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം ഒന്നും അറിയാത്ത ഒരു അവസ്ഥ, എല്ലാം തീർന്നുപോയോ നിന്നുപോയോ എന്ന് പോലും തോന്നിക്കുന്ന ഒരവസ്ഥയിൽ കൂടി ഇന്ന് നിങ്ങളിൽ പലരും കടന്നു പോയിട്ടുണ്ട്. കർത്താവിൻ്റെ രക്ഷയെ ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ആ സങ്കടങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാത്തിനും ശുഭമായ ഒരു അവസാനമുണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്തെന്നാൽ കർത്താവിൽ നിങ്ങളുടെ വേദനകളെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടുന്ന് നിങ്ങളുടെ ജീവനെ ഏറ്റെടുത്തു, ജീവിതത്തെ ഏറ്റെടുത്തു. കർത്താവ് ഏറ്റെടുത്തതെല്ലാം ഏറ്റവും ശുഭകരമായി മാത്രമേ പര്യവസാനിപ്പിച്ചിട്ടുള്ളൂ. കർത്താവിന് സമർപ്പിച്ചതെല്ലാം അവിടുന്ന് നന്മയ്ക്കായി മാറ്റിയിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ രോഗങ്ങളെ, നിസ്സഹായതയെ, വേദനയെ, നമുക്കുള്ള എല്ലാ അമർഷങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെ, നമ്മുടെ ദേഷ്യം, വേദന, നിസ്സഹായത എല്ലാം കർത്താവിന് സമർപ്പിച്ച് ഈ രാത്രിയിൽ കർത്താവെ എന്നോട് കനിവ് തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ, നല്ലൊരു പ്രത്യാശയുടെ ദിനം കാണാൻ നാളെ എന്നെ ഉണർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മെ അലട്ടിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് രാത്രിയിൽ കർത്താവിൽ നിന്നും നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാം. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ഈ രാത്രിയിൽ സംസാരിക്കും. കർത്താവെ എന്നോട് സംസാരിക്കണമേ, ഞാനിതാ കേൾക്കുന്നു എന്ന് ശമൂവേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഈ രാത്രിയിലുള്ള എല്ലാ വിഷമങ്ങളെയും, ശാരീരിക വേദനയെ, ക്ലേശങ്ങളെ, അസ്വസ്ഥതയെ, രോഗങ്ങളെ, നാം കേട്ട എല്ലാ സങ്കടകരമായ കാര്യങ്ങളെ കർത്താവിൽ സമർപ്പിച്ച്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ സമർപ്പിച്ച്, എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരാൻ ഉദ്ധിതനായ ക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. നാളെ നല്ലൊരു പ്രഭാതം കാണാൻ കർത്താവ് നമ്മെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 38:9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിക്കുന്നു, കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഉറ്റവർ അകന്നു മാറുന്നു. എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു. എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു. ഞാൻ ബധിരനെ പോലെയാണ്, ഒന്നും കേൾക്കുന്നില്ല. വായു തുറക്കാത്ത മൂകനെ പോലെയാണ് ഞാൻ. ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല. കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ മറുപടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിൽ ഇന്നുണ്ടായ ദുഃഖവും വേദനയും അസ്വസ്ഥതകളും അമർഷവും നിസ്സഹായതയും കർത്താവേ നീ കാണുന്നുണ്ടല്ലോ. എല്ലാം തീർന്നുപോയി എന്ന് തോന്നിയ ചില അവസരങ്ങൾ ഇന്ന് ഞങ്ങൾക്കുണ്ടായി. ഇനി ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നുപോലും ചിന്തിച്ചു പോയ അവസ്ഥയുണ്ട്. കർത്താവേ, രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിസ്സഹായതയുടെയും നിരാശയുടെയും ഭയത്തിൻ്റെയും മേഖലയിൽ വസിക്കുന്ന ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ.
ഞങ്ങളുടെ ജീവിതം അപകടത്തിലാണ് എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. കർത്താവേ, ഇന്ന് നീ കാത്തുകൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവൻ വേണ്ടി പതിയിരിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ നിൻ്റെ സൈന്യത്തോടൊപ്പം നീ ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ചുറ്റും നിൻ്റെ ശക്തരായ ദൂതരെ കാവൽ നിർത്തി ഞങ്ങളെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നിലാണ് ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രമേ ഞങ്ങളുടെ ദുഃഖം എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ വേദനകൾക്കൊരു പരിഹാരം നൽകാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ശാന്തമായി കിടന്നുറങ്ങാൻ നീ ഞങ്ങളെ ആശീർവദിക്കണമേ. നാളത്തെ പ്രഭാതം കാണാൻ, ശുഭകരമായ ഒരു ദിവസം കൂടി ജീവിക്കാൻ നീ ഞങ്ങളെ വിളിച്ചുണർത്തണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഞങ്ങളെ നിരാശയിലേക്ക് തള്ളിവിട്ട എല്ലാ പ്രയാസങ്ങളെയും നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾ പൂർണ്ണമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി എല്ലാ പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകി രക്ഷ നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ ശാന്തമായി ഉറങ്ങാൻ, നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വചനം കേട്ടുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഓരോ അവസ്ഥയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാവിധ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ. നിൻ്റെ കരത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നീ പ്രകടമാക്കണമേ. ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നീ ഏർപ്പെടുത്തണമേ. കാരുണ്യവാനായ ദൈവമേ, പൂർണ്ണമായും നിന്നിൽ ഞങ്ങളുടെ ജീവിതത്തെ, ജീവനെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, വസ്തുവകകളെ ഞങ്ങൾ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. നല്ലൊരു ഉറക്കം നൽകി സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാകണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ ഞങ്ങളെ പരിപാലിക്കണമേ. ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകി അതിരാവിലെ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, വിഷമത്തിൽ നിന്നും, നിരാശയിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കുകയും നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളത്തെ ദിനം ശുഭപ്രതീക്ഷയോടെ എഴുന്നേൽക്കുവാൻ
കർത്താവ് കൃപ തരട്ടെ. രാവിലെ 5 മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒരു കുടുംബമായി നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.